ലോക ചാപ്റ്റർ 1 സിനിമ ബോക്സ് ഓഫീസൊക്കെ അടിച്ച് പൊളിച്ച് 100 കോടിയൊക്കെ കടന്ന് പൊളിയായിട്ട് മുന്നോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ കുറച്ച് ആൾക്കാരെ ഞാൻ ഓൺലൈനിൽ കണ്ടു. മമ്മൂട്ടി ഫാൻസ് ഒക്കെ വന്നിട്ട് മമ്മൂട്ടീൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് 100 കോടിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ പോട്ടെ എന്ന് വയ്ക്കുക, അവരവരുടെ സമാധാനത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, കുഴപ്പമില്ല. വേറെ ചില ടീംസ് ഉണ്ട്, ഇത് അവരുടെ വിജയം കൂടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു ഫെമിനിസ്റ്റ് ആംഗിൾ കൊടുക്കാൻ നോക്കുന്ന ചില ആൾക്കാർ. ഇനി മുതൽ അങ്ങോട്ട് ഫുള്ള് ഫീമെയിൽ സെൻട്രിക് സിനിമയായിരിക്കും, ഇനി അവരുടെ കാലമാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളി മറിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും വേണ്ട, അവരുടെ വിജയം ഈ അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം ഫീഡോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരു പോസ്റ്റെങ്കിലും ഈ ലോകനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. സിനിമ ഇറങ്ങി ഹിറ്റായി വലിയ സംഭവമായപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കുറച്ച് ആൾക്കാർ വന്നിരിക്കുക. ഇതേപോലെ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയിൽ കല്യാണി തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, എന്തോ മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്ററി ഒക്കെ പറയുന്ന സിനിമ. അത് ഫ്ലോപ്പ് ആയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആരും എടുത്തില്ലല്ലോ. അപ്പോൾ വിജയിക്കുമ്പോൾ മാത്രം നൈസിൽ വന്ന് ക്രെഡിറ്റ് എടുക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓൾവേസ് കണ്ടന്റ് ഈസ് ദ കിങ്. അതായത് ആ ഒരു റൈറ്റിംഗ്, ടൈറ്റായിട്ടുള്ള റൈറ്റിങ്ങിൻ്റെ മരുന്നാണ് നമ്മൾ ഈ സിനിമയിൽ മൊത്തം കാണുന്നത്. എങ്ങനെ വേണമെങ്കിലും പാളിപ്പോവാവുന്ന ഒരു സ്റ്റോറിയാണ്, എന്നിട്ടും അവരുടെ ആ റൈറ്റിങ്ങിൻ്റെ ഒരു മികവ് കൊണ്ട് തന്നെയാണ് അത്രയും ക്രിസ്പായിട്ട് നമുക്ക് സിനിമ തോന്നുന്നത്. ഇങ്ങനെയാണ് ഫീമെയിൽ ആക്ട്രസിന് ഈക്വൽ പേ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കിട്ടുക. അല്ലാതെ ഈ നായകന് മറ്റേ ചായ കൊണ്ട് കൊടുക്കുക, നായകൻ്റെ കൂടെ നായകൻ വരുമ്പോൾ മറ്റേ നാണമൊക്കെ കുണിങ്ങി ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുക, 2 പാട്ട് ഡാൻസ്, ഇതൊന്നും കളിച്ചിട്ടല്ല ഈക്വൽ പേ കിട്ടേണ്ടത്. അത് ഇതുപോലത്തെ റിസ്ക് എടുക്കുന്ന ക്യാരക്ടേഴ്സ് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ചെയ്യുമ്പോഴാണ് ആ ഒരു സ്റ്റോറിയുള്ള സംഭവം, എന്തെങ്കിലും ഒരു സാധനം വേണ്ട സിനിമയിൽ. അല്ലാണ്ട് ചുമ്മാ എന്തൊക്കെയോ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഈക്വൽ പേ വേണം, ഞങ്ങളൊക്കെ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞു എന്നുള്ളൂ. കേൾക്കേണ്ടവർ കേൾക്കുക.